യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ അപ്പോസ്തലൻ എഴുതിയ ഏതാണ്ട് ആദ്യത്തെ ലേഖനമാണ് ഗലാത്യ ലേഖനം. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം സുവിശേഷ ലേഖനങ്ങളിൽ അതിൻ്റെ മാഗ്ന കാർട്ടയാണെന്ന് പറയും. മാഗ്ന കാർട്ട നിങ്ങൾ സോഷ്യലീസൊക്കെ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. 1215 ഇംഗ്ലണ്ടിലെ രാജാവും ജനങ്ങളും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അതിൻ്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. രാജാവ് എല്ലാം തികഞ്ഞവനല്ല. സാധാരണക്കാരനും ചില അവകാശങ്ങളുണ്ട്. അതാണ് ആ മാഗ്ന കാർട്ട എന്ന നിയമത്തിൻ്റെ രത്നച്ചുരുക്കം. അതാണ് രാജാവ് എല്ലാത്തിനും അതീതനല്ല, എല്ലാം തികഞ്ഞവനല്ല. ജനവും അവർക്കും അവകാശങ്ങളുണ്ട്. ഇതിൻ്റെ ഗലാത്യ ലേഖനം മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാങ്കത്യം എന്താണ്? സാങ്കത്യം എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്തെ ആ ചടങ്ങുകളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ അന്നത്തെ ആ പുരോഹിതനോ എല്ലാം തികഞ്ഞവനല്ല, എല്ലാത്തിലും മതിയായതല്ല, അതെല്ലാത്തിലും ഉപരിയായിട്ടുള്ളതല്ല. സാധാരണക്കാരായ ആളുകൾക്കും ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുവാനും തത്സമയത്ത് അവരുടെ സഹായത്തിനുള്ള കൃപ ചോദിക്കുവാനുമുള്ളതായ അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് ചെയ്യുന്നവരാകണം എന്ന് ജനത്തെ പ്രബോധിപ്പിക്കുന്നതാണ്, അവരെ ബോധവൽക്കരിക്കുകയാണ്. നിങ്ങൾക്കും യേശുവിൻ്റെ അടുക്കൽ ചെല്ലാം, തക്ക സമയത്ത് തത്സമയത്ത് കരുണ പ്രാപിക്കേണ്ടതിന് തത്സമയത്ത് ചെല്ലാം. മരണം അടുത്തു വരുന്നു, മധ്യസ്ഥനെ വിളിക്കാൻ നേരമില്ല, ഒരു പുരോഹിതനെ വിളിക്കാൻ നേരമില്ല. അപ്പോൾ നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം, നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം. ഒരു അപകടം നടന്നു, അത്യാസന്ന നിലയിലായി, ഒരു മധ്യസ്ഥനോട് പറയാൻ നേരമില്ല, അല്ലെങ്കിൽ അധികാരമുള്ള ഒരാളോട് പറയാൻ നേരമില്ല. അപ്പോൾ നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം. അതുപോലെ ഒരു പ്രലോഭന ചിന്ത വരുന്നു, നിങ്ങൾ പാപത്തിൽ വീണുപോകും, വിട്ടുപോകും, അരുതാത്തൊരു കാര്യം ചെയ്തു പോകുമെന്നുള്ളതായ ഒരു പാപത്തിൻ്റെ പ്രലോഭനം നിങ്ങളെ വല്ലാതെ വശീകരിക്കുന്നൊരു സമയത്ത് അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആരോടും ചെന്ന് ചോദിക്കുന്നൊരവസ്ഥയല്ല. നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം, നിങ്ങൾ തന്നെ മുട്ടുകുത്തണം, നിങ്ങൾ തന്നെ യേശുവിനോട് പറയണം, കർത്താവേ, പരീക്ഷകൻ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഞാനിതിൽ പെട്ടുപോയേക്കാം, പെട്ടുപോകാതെ എനിക്ക് കാവൽ തരണം, എനിക്ക് രക്ഷ തരണം, എനിക്ക് ഒഴിവ് തരണമെന്ന് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം. അതാണ് വാസ്തവത്തിൽ ജനത്തിന് ഭാഗ്യവാനായ അപ്പോസ്തലൻ ഈ ലേഖനങ്ങളിൽ കൂടെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു മനുഷ്യനായ മധ്യസ്ഥനെ അന്വേഷിച്ചല്ല പോകേണ്ടത്, എപ്പോഴും ഏതെങ്കിലും ഒരു പുരോഹിതനെ അന്വേഷിച്ചല്ല പോകേണ്ടത്. നിങ്ങൾ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ധൈര്യമായി ചെന്നുകൊണ്ട് കരുണ ചോദിക്കണം, പാപക്ഷമ ചോദിക്കണം, പാപം ക്ഷമിച്ചു തരണമേ എന്ന് പറയണം. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തത്സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മരണം അടുത്ത് വരുന്നു, അല്ലെങ്കിൽ അത്യാഹിതം വരുന്നു, അല്ലെങ്കിൽ ഒരു പാപത്തിൽ പെട്ടുപോകും, ഒരു പാപം ചെയ്തു പോകുമെന്നുള്ളതായ രീതിയിൽ പിശാച് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞുമ്പോൾ ഉടനെ നിങ്ങൾ തന്നെ വേണം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. നിങ്ങൾ തന്നെ കരുണ ചോദിക്കണം, കർത്താവേ, എനിക്ക് ഈ പാപത്തിൽ വീഴാതെയുള്ള സംരക്ഷണം തരണമേ എന്ന്. ദൈവമക്കളെ, അതാണ് വാസ്തവത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ശ്രേഷ്ഠമായ അവകാശം. ഇതൊക്കെ അറിഞ്ഞിരുന്നാലേ നമുക്ക് ആത്മാവിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നാം ആത്മാവിൽ വളരാത്തവരായിട്ട് പോകും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, വേദപുസ്തകം വായിച്ചാൽ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ വിവിധ ദേശങ്ങളിലൊക്കെയായിട്ടാണ് അവർ പാർത്തിരുന്നത്. അവർ റോമിലുള്ളവരുണ്ടായിരുന്നു, ഗലാത്യയിലുണ്ടായിരുന്നു, എഫേസൂസിലുണ്ടായിരുന്നു, തെസലോനിക്കയിലുണ്ടായിരുന്നു. അവർ ഏത് ദേശത്ത് പാർത്തവരായിരുന്നാലും അവരുടെ വിശ്വാസം ഒന്നായിരുന്നു. വിശ്വാസം ഒന്നായിരുന്നു. ഏത് ദേശത്ത് പാർക്കുന്ന ക്രിസ്ത്യാനികളുടെയും വിശ്വാസം ഒന്നായിരുന്നു. എന്താണത്? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ക്രിസ്തുവിൽ തന്നെയുള്ള വിശ്വാസം, ക്രിസ്തുയേശുവിൽ തന്നെയുള്ള വിശ്വാസം.
വേറെ ആരിലേക്കും മാറിപ്പോകാത്ത വിശ്വാസം, കാലം കഴിയുമ്പോൾ കുറഞ്ഞു പോകാത്ത വിശ്വാസം, യേശുക്രിസ്തുവിൽ മാത്രമുള്ള വിശ്വാസം. അന്നത്തെ ക്രിസ്ത്യാനികൾക്ക് വിശ്വാസം ഒന്നായിരുന്നു. അതുപോലെ തന്നെ ആരാധന ഒന്നായിരുന്നു, ഒരേ ആരാധനയായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾക്ക് ഒറ്റ ആരാധനയേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളതായ യാഗമായി സമർപ്പിക്കണം. ദൈവമക്കളെ, അവരുടെ ആരാധന ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആരാധന, എൻ്റെ ഈ ശരീരം വിശുദ്ധമാകണം. എൻ്റെ ഹൃദയത്തിനകത്താണ് ആരാധന നടക്കുന്നത്. ഈ ഹൃദയമാണ് ദേവാലയം, ഇതിനകത്താണ് ആരാധന നടക്കുന്നത്. അതാണ് അവരുടെ ആരാധനാ രീതി, അതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്, ക്രിസ്ത്യാനികൾക്ക് ഒറ്റ പ്രത്യാശയുണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു പ്രത്യാശയുണ്ടായിരുന്നുള്ളൂ. യേശു ക്രിസ്തു വരും, ഞാൻ ദൈവരാജ്യത്തിലെത്തും. അത് മാത്രമേ അവർക്ക് പ്രത്യാശയുണ്ടായിരുന്നുള്ളൂ. ഒരേ വിശ്വാസം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, ഒരേ ആരാധന. എൻ്റെ ശരീരം ഞാൻ വിശുദ്ധമായി സൂക്ഷിക്കും, എൻ്റെ ഹൃദയത്തിലാണ് യഥാർത്ഥ ആരാധന നടക്കുന്നത്. 3, ഒരേ പ്രത്യാശ മാത്രം, ഞാൻ ദൈവരാജ്യത്തിലുണ്ടാകും. യേശു വരുമ്പോൾ ഞാൻ ദൈവരാജ്യത്തിലുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഇതായിരുന്നു ആ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ. അവർ ഏത് ദേശത്തെ സഭയായാലും ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ വിശ്വാസം, ഒരേ ആരാധന, ഒരേ പ്രത്യാശ. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? സഭകളുണ്ടായി, വിശ്വാസത്തിൽ ഇളക്കം വന്നു, പ്രത്യാശ അസ്തമിച്ചും പോയി. കാലം കഴിഞ്ഞപ്പോൾ സംഭവിച്ചതാണ്. വിശ്വാസം അങ്ങ് മാറി മാറിപ്പോയി. ക്രിസ്തുവിൽ നിന്ന് മാറി പലതിലേക്കും പലരിലേക്കുമായി വിശ്വാസം മാറി. ആരാധന, ദേവാലയം ഉണ്ടെങ്കിലേ ആരാധനയുള്ളൂ എന്ന ഒരവസ്ഥ. കല്ലും മരവും കൊണ്ടുള്ള ഒരു ദേവാലയം ഉണ്ടെങ്കിലേ മനുഷ്യൻ ആരാധിക്കാൻ പറ്റൂ എന്നുള്ളതായ ഒരു ധാരണയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു. അതുപോലെ തന്നെ പ്രത്യാശ എന്നുള്ളത്, ദൈവരാജ്യത്തിലെത്തുക, ദൈവരാജ്യത്തിൽ ഞാൻ ഉണ്ടാകുമെന്നുള്ള ആ പ്രത്യാശ അങ്ങ് ഏതാണ്ട് അസ്തമിച്ച മട്ടിലായി തീർന്നു. ഇന്ന് ക്രിസ്ത്യാനികൾ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ് മരിച്ചാൽ എവിടെ പോകുമെന്ന്. അതവർ കേൾക്കാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു ചോദ്യമാണ് മരിച്ചാൽ എവിടെ പോകുമെന്ന്. അവരാരോടും ചോദിക്കുകയില്ല, അവരോടും ആരും ചോദിക്കുന്നത് ഇന്ന് ക്രിസ്ത്യാനിക്ക് ഇഷ്ടമല്ല. പക്ഷെ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിക്ക് അതിൽ ഉറപ്പായിരുന്നു, അതിൽ സംശയമുണ്ടായിരുന്നില്ല. ഇന്നത്തെ ക്രിസ്ത്യാനി ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കേൾക്കാനും ആഗ്രഹിക്കുന്നില്ല. അവനോട് ആരും ചോദിക്കരുതെന്നാണ്. ദൈവരാജ്യത്തിൽ പോകുമോ, മരിച്ചാൽ ദൈവരാജ്യത്തിൽ പോകുമോ എന്ന് ആരും ചോദിക്കാൻ മേല. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഇതെല്ലാം നമ്മളെ എല്ലാം ബാധിച്ചു. അതിനുശേഷം ഇതിങ്ങനെ പടിപടിയായിട്ട് ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ താഴത്തേക്ക് അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയമായ അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ എല്ലാവരെയും തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. യോഹന്നാൻ പാടിയതുപോലെ മണവുമില്ല, ഗുണവുമില്ല, രുചിയുമില്ലാത്ത വെള്ളം. മനുഷ്യരുടെ ഹൃദയം അങ്ങനെയെന്ന് പറയുന്ന പോലെ തന്നെ മണവുമില്ല, ഗുണവുമില്ല, രുചിയുമില്ലാത്തതായ ഒരു കാര്യമായിട്ട് ഇന്ന് ക്രിസ്ത്യാനിറ്റി അങ്ങ് അധപ്പതിച്ചിരിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു, ജീവനുള്ള ദൈവം ഈ സത്യമായി നമ്മൾ കൂടി വരുന്ന ഈ ആത്മീയ പ്രസ്ഥാനത്തെ ദൈവം ഉയർത്തിയതാണ്, ദൈവം ക്രമീകരിച്ചതാണ്. മനുഷ്യരാരും ക്രമീകരിച്ചതല്ല, ദൈവം ക്രമീകരിച്ചതാണ്. കാരണം ഇങ്ങനെ അധപ്പതിക്കുന്ന ഒരു സമൂഹത്തെ യഥാർത്ഥത്തിൽ ഒരു പൂർവീകരണം, നവീകരണത്തെക്കാൾ ഉപരി ഒരു പൂർവീകരണം, പിതാക്കന്മാരനുഭവിച്ച ആ വിശ്വാസത്തിലേക്ക് ഈ ജനസമൂഹത്തെ കൊണ്ടുവരുവാൻ എന്ത് ചെയ്യണമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം കാര്യപരിപാടിയിൽ ദൈവം ക്രമീകരിച്ചു തന്നതാണ്. വാസ്തവത്തിൽ നമുക്ക് ഈ വചനം കേൾക്കുവാനുള്ളതായ സംവിധാനവും ഈ ആത്മീയ പ്രസ്ഥാനമെല്ലാം ദൈവം ക്രമീകരിച്ചതാണ്. ദൈവമക്കളെ, നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങളൊരു പ്രസംഗം കേൾക്കുകയല്ല. വി ആർ നോട്ട് പ്രീച്ചിങ് ക്രൈസ്റ്റ് ഈവൻ, വി ആർ പ്രീച്ചിങ് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ഞങ്ങൾ വെറുതെ പ്രസംഗിക്കുകയല്ല, ഞങ്ങൾ യേശുവിനെ വെറുതെ പ്രസംഗിക്കുകയല്ല. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, യേശു അടയാളങ്ങൾ ചെയ്യുന്നവനാണ്, യേശു സൗഖ്യമാക്കുന്നവനാണ്, യേശു ഇത് മാത്രമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനാണ് പ്രസംഗിക്കുന്നത്. കാരണം ക്രിസ്തു യേശുവിൻ്റെ കുരിശിലൂടെയാണ് എൻ്റെ പാപത്തിന് പരിഹാരം വന്നത്. സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള വഴി എനിക്ക് തെളിഞ്ഞത് യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചപ്പോഴാണ്.
യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചത് കൊണ്ടാണ് എൻ്റെ പാപത്തിന് പരിഹാരം വന്നത്. ആ പരിഹാരം വന്നതുകൊണ്ടാണ് എനിക്ക് സ്വർഗത്തിൽ പോകാൻ യേശുവിനെയാണ് നോക്കേണ്ടത്. എൻ്റെ പാപത്തിന് പരിഹാരം ഞാൻ മല കയറിയാൽ കിട്ടുകയില്ല, ഞാൻ കുരിശ് ചുമന്നാൽ കിട്ടുകയില്ല, ഞാൻ പള്ളിക്ക് ചുറ്റും കിടന്ന് ഉരുണ്ടാ കിട്ടുകയില്ല, ഞാൻ നാളോത്ത് കഴിച്ചാൽ കിട്ടുകയില്ല, ഞാൻ പൈതങ്ങടെ നേർച്ച കഴിച്ചാൽ കിട്ടുകയില്ല. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്താതെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. അതിന് പരിഹാരം വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്രൂശിലേക്ക് നോക്കണം, ക്രൂശിലേക്ക് ഞാൻ നോക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ മനോഹരമായ രംഗം. ലോകത്ത് ഇന്ന് സർക്കാരുകൾ പറയും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ 3 എന്തൊക്കെയാണ്? ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവുമാണ് അടിസ്ഥാനപരമായ ആവശ്യങ്ങളെന്ന്. പക്ഷേ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈയിടെ ഒരു രസകരമായൊരു പ്രസംഗം കേട്ടു. ഒന്നുമില്ല, ഒരു സാങ്കല്പിക ചോദ്യം. ഒരു വലിയ കൺവെൻഷൻ നടക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉദ്ദേശം നടക്കും, കാര്യം നടത്തി കിട്ടും, നിങ്ങൾ വിചാരിക്കുന്നത് കിട്ടും എന്നെല്ലാം ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നു. അപ്പോൾ ഒരു സാന്ദർഭികമായ ചോദ്യം. മോശ, നമ്മൾ മോശ അറിയാലോ, പുറപ്പാട് പുസ്തകത്തിലെ മോശ ആ കൺവെൻഷന് ചെന്നു. അപ്പോൾ കൺവെൻഷൻ പ്രസംഗിക്കുന്ന ആള് മോശയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോശേ, നീ പ്രാർത്ഥിക്കണം, ഒരു 2 നിലയുള്ള വീട് നിനക്ക് കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് 2 നിലയുള്ള വീട് കിട്ടും. മോശയോട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, മിസ്രൈമിലെ വിശ്വാസത്താൽ കൊട്ടാരം വിട്ട് ഓടിപ്പോയ മോശയോട് ഇന്നത്തെ സുവിശേഷ പ്രാസംഗികം പറയുക, നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് 2 നിലയുള്ള വീട് കിട്ടുമെന്ന്. പ്രിയപ്പെട്ടവരെ, പാർപ്പിടം കിട്ടട്ടെ, വീടുണ്ടാക്കി തരട്ടെ, ദൈവം സഹായിക്കട്ടെ. പക്ഷേ വിശ്വാസം എന്നുള്ളത് കുറേ ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമല്ല, ത്യജിക്കുന്നതും വിശ്വാസമാണ്. എനിക്ക് ലാഭമായിരുന്നതൊക്കെയും കളയുന്നതും വിശ്വാസമാണ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവമക്കളെ, ആദാമിനോട് ചോദിച്ചു നോക്കാം. ദൈവം ഉണ്ടോ എന്ന് തെളിയിക്കുന്നതൊന്നും അല്ല വലിയ ജ്ഞാനം ആവശ്യം. ആദാമിനോട് ചോദിച്ചു നോക്കാം, ആദാമേ, ദൈവം ഉണ്ടോ? ആദാം എന്നാ പറയും? ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആദാം എന്നാ പറയും? തീർച്ചയായിട്ടും ഉണ്ട്. നിനക്ക് ദൈവത്തെ അടുത്ത് പരിചയമുണ്ടോ? എനിക്ക് ദൈവത്തെ അടുത്ത് പരിചയമുണ്ട്. പിന്നെ എന്നാ നിനക്ക് അറിയാൻ മേലാത്ത വിഷയം? ഏതോ തോട്ടത്തിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു, പിന്നെ എങ്ങനെയാ തിരിച്ചു കയറണമെന്ന് എനിക്കറിയാൻ മേല. അതറിയലാണ് എൻ്റെ ആവശ്യം. എന്നെ ഇറക്കി വിട്ട ഏതോ തോട്ടത്തിലേക്ക് എങ്ങനെ തിരിച്ചു കയറാമെന്ന് എനിക്കറിയാൻ മേല. അതറിയലാണ് എൻ്റെ ആവശ്യം. ദൈവമക്കളെ, ഈ ഏദൻ തോട്ടത്തിൽ എങ്ങനെ എനിക്ക് തിരിച്ചു കയറാം? എങ്ങനെ എനിക്ക് ദൈവരാജ്യത്തിലെത്താം? എങ്ങനെ എനിക്ക് ദൈവസന്നിധിയിലെത്താം? എങ്ങനെ എനിക്ക് ദൈവത്തോടു കൂടെ നടക്കാം? എങ്ങനെ എനിക്ക് ദൈവമുള്ളൊരു വീട്ടിൽ പാർക്കാം? എങ്ങനെ എൻ്റെ വീട് ദൈവമുള്ളൊരു വീടാക്കാം? എങ്ങനെ എൻ്റെ വീട് സമാധാനമുള്ളൊരു ഗ്രഹമാക്കാം? ദൈവത്തിന് സ്തോത്രം. എങ്ങനെയുള്ള എൻ്റെ വീട് സ്നേഹമുള്ളൊരു വസതിയാക്കാം? എങ്ങനെ എൻ്റെ വീട്ടിലെ ദുരിതത്തിന് പരിഹാരം കിട്ടും? എങ്ങനെ എനിക്ക് ഏദൻ തോട്ടത്തിലേക്ക് തിരിച്ചു കയറാം? മനുഷ്യരായി നമുക്ക് വേദനയേറിയ ഒരു ജീവിതവും അതിവേദനയുള്ള ഒരു വാർദ്ധക്യവും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നേക്കാം. ഞാനിന്ന് രാവിലെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു വേദനയേറിയ ജീവിതവും അതിവേദനയുടെ ഒരു വാർദ്ധക്യവും വന്നു ചേർന്നേക്കാം. പക്ഷെ ഞാൻ നിരാശപ്പെടുന്നില്ല. കാരണം അതിൻ്റെ ശേഷം എനിക്ക് സമാധാനമുള്ളൊരു ദേശമുണ്ട്. എബ്രായലേഖനത്തിൽ പറയുന്നത് പോലെ, 4:9 പറയുന്നത് പോലെ, ദൈവജനത്തിന് ഒരു ശാപതനുഭവം ശേഷിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവവേദനേ, നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, നീ ജീവിതം ക്രിസ്തുവിന് കൊടുത്തതാണെങ്കിൽ, നീ പാപം കൂടാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവനാണെങ്കിൽ, നീ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകുന്നവനാണെങ്കിൽ, നിനക്ക് വേദനയേറിയ ജീവിതവും അതിവേദനയുടെ മരണവും കഴിയുമ്പോൾ നിനക്കൊരു ശാപതനുഭവമുണ്ട്, നിനക്കൊരു പ്രത്യാശയുടെ തീരമുണ്ട്, നിനക്കൊരു സമാധാന ദേശമുണ്ട്. അവിടെ നിനക്ക് യേശുവിനോടുകൂടെ വാഴാം. ഈ ലോകത്തിലെ മരണം IC യൂണിറ്റിൽ ചലിക്കുന്ന യന്ത്രങ്ങളുടെ നടുവിലാണെങ്കിലും നിന്റെ മരണക്കിടക്കയിൽ വന്നിരിക്കാൻ കഴിവുള്ള, മനസ്സുള്ള, താല്പര്യമുള്ള ഒരു യേശുണ്ട്. നീ അതിവേദനയോടെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ
കുറേ യന്ത്രങ്ങളുടെ മുരളുന്ന ഒച്ചയല്ലാതെ ഒന്നും കേൾക്കാതിരിക്കുമ്പോൾ നിന്റെ മരണക്കിടക്കയിലെ അരികത്ത് വന്നിരിക്കുന്ന ഒരു യേശുവുണ്ട്. ദൈവമക്കളെ, ആ യേശുവിനെയാണ് ഞാൻ പ്രസവിക്കുന്നത്, ആ യേശുവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആ യേശുവിൻ്റെ മുമ്പിലാണ് ഞാൻ ജീവിക്കുന്നത്, ആ യേശുവാണ് എന്നെ വഴി നടത്തുന്നത്. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. ഇവരൊരു കേട്ടുകേൾവിയല്ല, യേശു ഒരു കേട്ടുകേൾവിയല്ല, അവനൊരു യാഥാർത്ഥ്യമാണ്. അവനെൻ്റെ വീട്ടിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അറിയുന്നു അവൻ ഈ ചങ്കിനുള്ളിലുണ്ട്, ഞാൻ അറിയുന്നു പ്രിയപ്പെട്ടവരെ. അവൻ കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട്, ഞാൻ അറിയുന്നു. അവൻ എന്നെ തിരുത്തുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ല, ഞാൻ അറിയുന്നു. അത്തിവൃക്ഷം തളർക്കുന്നില്ല, വശാലയിൽ കന്നുകാലി ഉണ്ടാകുന്നില്ല, ഒലിവൃക്ഷം ഫലം തരുന്നില്ല, എങ്കിലും ഞാൻ യഹോവയെ സേവിക്കും. ദൈവമക്കളെ, നിങ്ങൾക്ക് തീരുമാനമെടുക്കാവോ? അങ്ങനെ നിങ്ങളോട് തന്നെ പറയാവോ? എന്തുമാകട്ടെ, ഞാൻ യഹോവയെ സേവിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അതിവേഗത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്നില്ല, അതിവേഗത്തിൽ സമ്പത്ത് ഉണ്ടാകുന്നില്ല, കടം മാറുന്നില്ല, അതിവേഗത്തിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും വിവാഹവും നടക്കുന്നില്ല, കുഞ്ഞുങ്ങൾ പറക്കുന്നില്ല, ഉദ്യോഗം ലഭിക്കുന്നില്ല, എങ്കിലും ഞാൻ യഹോവയെ തന്നെ സേവിക്കുന്നു. എങ്കിലും ഞാൻ ഈ ദൈവത്തെ വിട്ടു പോകുകയില്ല, എങ്കിലും ഞാൻ ഈ ദൈവത്തെ മറന്ന് ജീവിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്, ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ അടിസ്ഥാന വിഷയങ്ങൾ നാം ചിന്തിച്ചു. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു, മനുഷ്യന്റെ അടിസ്ഥാന വിഷയം എന്താണ്? സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ കളയുകയും ചെയ്താൽ എന്ത് പ്രയോജനം? മനുഷ്യന്റെ അടിസ്ഥാന വിഷയം ഒരു പാർപ്പിടം എന്നുള്ളത് മാത്രമല്ല, ഒരു സ്നേഹമുള്ള പാർപ്പിടമാണ്. വെറുമൊരു വീടല്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജനം സമാധാന നിവാസങ്ങളിലും നിർഭയ വസതികളിലും പാർക്കും. ഒരു സമാധാനമുള്ള വീടാണ് മനുഷ്യൻ്റെ അടിസ്ഥാന വിഷയം, അടിസ്ഥാന ആവശ്യം. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞതുപോലെ, ഈ ഭൂമിയിലെ മരണം കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകും? ദൈവവേദനയിലെ നിന്റെ അടിസ്ഥാന ആവശ്യം എവിടെയാണ്? അതാണ് നിന്റെ ജീവിതത്തിലെ അടിസ്ഥാനമായൊരാവശ്യമാണ്. ആ ആവശ്യമാണ് നീ ഉറപ്പാക്കേണ്ടത്, അതാണ് നീ ഉറപ്പ് പ്രാപിക്കേണ്ടത്, ആ നിർണയമാണ് നീ പ്രാപിക്കേണ്ടത്. അതിലേക്കാണ് സുവിശേഷം നമ്മളെ കൊണ്ടുവരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവാനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ തൻ്റെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം, 21-ാമത്തെ വാക്യം. എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. As far as I am concerned, I am not one who treats Christ's death is meaningless. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം അത്ര വലിയ വിലയുള്ള കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഐ ഡോണ്ട് ട്രീറ്റ് ക്രൈസ്റ്റ്, ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് മീനിങ്ലെസ്. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം ഒരു വിലയുള്ള അനുഭവമാണ് എന്ന് ദൈവമക്കളെ ഞാൻ അത്ര വിചാരിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ട് ഞാനത് നിഷേധിച്ചിട്ടില്ല. യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് കേട്ടാൽ ഞാൻ ചിരിച്ചിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അതത്ര വലിയ വിലയുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. അത്ര വലിയ വിലയുള്ള കാര്യമൊന്നും ആയിരുന്നില്ല യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് പറയുന്നത്. അത്ര വിലയുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. കാരണം എന്താ? അത്ര വലിയ പാപമൊന്നും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അത്ര വലിയൊരു പാപം എനിക്കുണ്ടെന്ന് എനിക്കൊരിക്കലും തോന്നിയിരുന്നില്ല. അപ്പോസ്തലൻ പറയുകയാണ്, പക്ഷേ എനിക്കിന്നറിയാം യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് ഒരു വൃഥാവായ ഒരു കാര്യമല്ല എന്ന് എനിക്കറിയാം. ഞാനന്ന് എളിമയോടെ ചോദിക്കട്ടെ, യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് ഒരു വിലയുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് സത്യമായി ഉറപ്പുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് വ്യക്തമായി ഉറപ്പുണ്ടോ? യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് ഒരു വിലയുള്ള സംഗതിയാണ്, അതൊരു വിലയേറിയ അനുഭവമാണ് എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ? യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് ഒരു വിലയുള്ള അനുഭവമാണെന്ന് അത് നിങ്ങളെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ നിങ്ങൾ പാപത്തിലേക്ക് പോവില്ല.
നിങ്ങൾ ഇനിയും പാപജീവിതത്തിൽ തുടരുകയില്ല. അപ്പോസ്തലൻ പറയുന്നു, പ്രതികരണശേഷി എനിക്കുണ്ടെന്ന്. ഇന്ന് കർത്താവായ യേശുവിൻ്റെ ക്രൂശിലേക്ക് നോക്കി ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ, ഗലാത്യർ 3:1 അപ്പോസ്തലൻ പറയും, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ. കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെ മരണം വരെ, 20 വയസ്സുള്ളപ്പോഴും 40 വയസ്സുള്ളപ്പോഴും 60 വയസ്സുള്ളപ്പോഴും 80 വയസ്സിലും നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരുവനെ മാത്രമേ കാണുകയുള്ളൂ. നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരുവനെ ഉണ്ടാവുകയുള്ളൂ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. അവനോട് പ്രതികരിക്കുന്നില്ല. ശരീരത്തിന് പ്രതികരണശേഷിയുണ്ട്. നമുക്കറിയാം, വേദന വന്നാൽ അറിയാം, വിശപ്പ് വന്നാൽ അറിയാം, അതുപോലെ ചലനം ആരെങ്കിലും തൊട്ടാൽ നമുക്കറിയാം. ശരീരത്തിന് പ്രതികരണശേഷിയുണ്ട്. മനസ്സിന് നല്ല പ്രതികരണശേഷിയുണ്ട്. സന്തോഷം വരുമ്പോൾ അറിയാം, നിരാശ വന്നാൽ അറിയാം. ഭർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ നല്ല പ്രതികരണശേഷി ഇവിടെ ഇരിക്കുന്ന പല ഭാര്യമാർക്കുണ്ട്. ഭാര്യ ഒരു വാക്ക് പറഞ്ഞാൽ നല്ല പ്രതികരണശേഷി ഇവിടെ ഇരിക്കുന്ന പല ഭർത്താക്കന്മാർക്കുമുണ്ട്. നല്ല പ്രതികരണശേഷിയുണ്ട്. ഇച്ചിരി കൂടുതലാണെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. പക്ഷേ ആത്മാവിന് പ്രതികരണശേഷിയില്ല. ശരീരത്തിന് പ്രതികരണശേഷിയുണ്ട്, മനസ്സിന് പ്രതികരണശേഷിയുണ്ട്, ആത്മാവിന് പ്രതികരണശേഷി എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? ഈ വചനം കേൾക്കാനുള്ള ഒരു ദാഹം വന്നു. അത് ആത്മാവിൻ്റെ ഒരു പ്രതികരണശേഷിയാണ്. ഇനി ഈ വചനം കേൾക്കണം. എനിക്ക് കുറ്റബോധം വരുന്നു. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, ഞാനങ്ങനെ ചെയ്തു പോയല്ലോ, എൻ്റെ മരുമകളെ ഞാൻ പ്രാഗിപ്പോയല്ലോ, എൻ്റെ ഭാര്യയെ ഞാൻ മർദ്ദിച്ചു പോയല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ശപിച്ചു പോയല്ലോ. കുറ്റബോധം വരുന്നു. അത് ആത്മാവിൻ്റെ പ്രതികരണശേഷിയാണ്. അതുപോലെ തന്നെ ഏറ്റുപറയാനുള്ള ഒരു ദാഹം. എനിക്ക് തെറ്റുപറ്റി, കർത്താവിനോടൊന്ന് ഏറ്റുപറയണം. ഏറ്റുപറയാനുള്ള ഒരു ദാഹം. അതുപോലെ തന്നെ തിരുത്തുവാനൊരു ദാഹം. തിരുത്തുവാനൊരു ദാഹം. തെറ്റുപറ്റി. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചു. ഏതോ കടയിൽ പോയതാ. കടയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് ഏതാണ്ടൊരു പൊതി കിട്ടി. ഏതാണ്ട് ഇച്ചിരി പൈസയായിരുന്നു. അത് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോന്നു. കടയുടെ മുറ്റത്ത് കിടന്നാൽ കിട്ടിയത്, വാഴത്തക്കട കിട്ടിയത്. കിട്ടിയപ്പോൾ തന്നെ അത് എടുത്തു വെച്ചുകൊണ്ടങ്ങ് പോകുന്നു. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആകെ അസ്വസ്ഥത. ഇനി ഇത് എന്ത് ചെയ്യണം? എടുക്കാതിരുന്നാൽ മതിയായിരുന്നു, എടുത്ത് ആ കടക്കാരന് കൊടുത്താലും മതിയായിരുന്നു. പക്ഷേ അന്നേരത്തെ ആ ഒരിതിൽ അതിങ്ങെടുത്തുകൊണ്ട് പോന്നു പോയി. പക്ഷേ പിന്നീട് ഇത് തിരുത്തണം, തിരുത്തണം, തിരുത്തണം. ദൈവമക്കളെ, അതാണ് ആത്മാവിൻ്റെ പ്രതികരണശേഷിയാണ്. നമ്മുടെ ആത്മാവ് പ്രതികരിക്കുന്നു. അയ്യോ, എനിക്ക് തെറ്റുപറ്റി, ഞാൻ വരുതാത്തൊരു വാക്ക് പറഞ്ഞുപോയി, ഞാൻ കോപിച്ച് എൻ്റെ കുടുംബത്തിൽ കലഹമുണ്ടാക്കിപ്പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിൻ്റെ പ്രതികരണശേഷി കഴിയുമ്പോഴാണ് നമുക്ക് ആ ക്രിസ്തുവിൻ്റെ ക്രൂശിനോട് പ്രതികരിക്കാൻ തോന്നുകയുള്ളൂ. അപ്പോൾ നമുക്ക് പൗലോസിനെ പോലെ പറയാൻ പറ്റും, ഇനി എൻ്റെ ജീവിതം പഴയതല്ല, ഇനി ഞാൻ പഴയ മനുഷ്യനല്ല, ഇനി ഞാൻ പഴയ പ്രകൃതിയല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ അമ്മയോട്, ഞാൻ മാനസാന്തരപ്പെട്ട ദിവസം, മാനസാന്തരപ്പെട്ടതിന് ശേഷം യോഗം കഴിഞ്ഞ് മടങ്ങി ചെല്ലുമ്പോൾ എൻ്റെ അമ്മച്ചിയോട്, അമ്മയെ ഞാൻ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്, അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മച്ചിയുടെ ഈ മകൻ പഴയ മകനല്ല എന്ന്. അമ്മച്ചിയുടെ ഈ മകൻ പഴയ മകനല്ല എന്ന്. ദൈവമക്കളെ, യേശുക്രിസ്തു തന്ന ഒരു സാക്ഷ്യമാണ്. ഞാൻ തികഞ്ഞവനായിട്ട് നിൽക്കുന്നതല്ല, ഞാൻ അങ്ങനെയൊന്നും ആയിട്ടുമില്ല. പക്ഷേ എൻ്റെ വായിലന്നേരം വന്ന വാക്കതാണ്, ഞാൻ പഴയ മനുഷ്യനല്ല. കർത്താവായ യേശുവിൻ്റെ ക്രൂശിനോട് പ്രതികരിക്കുന്ന നിനക്ക് ഒരിക്കലും പഴയ മനുഷ്യനാകാൻ പറ്റില്ല. പഴയ പ്രവൃത്തിയിലേക്ക് പോകാൻ പറ്റില്ല, പഴയ അശുദ്ധിയിലേക്ക് പോകാൻ പറ്റില്ല, പഴയ ബന്ധങ്ങളിലേക്ക് പോകാൻ പറ്റില്ല, പഴയ വ്യാജഭാവത്തിലേക്ക് പോകാൻ പറ്റില്ല, അഭിഹിതമായ കാര്യത്തിലേക്ക് പോകാൻ പറ്റില്ല, പഴയ മദ്യപാനത്തിലേക്ക് പോകാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, കാരണം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഞാൻ കണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്താൽ യാഗം കഴിക്കണം. 51 സങ്കീർത്തനം 16 വാക്യത്തിൽ ദാവീദ് എന്ത് ചെയ്തു? 51 സങ്കീർത്തനം 16 വാക്യം,
ദാവീദിന് കിട്ടിയ ചങ്കുറപ്പെന്ന് മനസ്സിലാക്കണം. ദാവീദിന് കിട്ടിയ ആത്മീയ പ്രാഗൽഭ്യം നിങ്ങളെന്ന് മനസ്സിലാക്കണം. ദാവീദിന് കിട്ടിയ ആത്മീയ വെളിച്ചം നിങ്ങളെന്ന് മനസ്സിലാക്കണം. 51 സങ്കീർത്തനം 16 വാക്യം. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. പ്രിയപ്പെട്ടവരെ, ദാവീദ് പാപം ചെയ്തു. ദാവീദ് അനുഹിതമായി ചെയ്തു. ഒരു പ്രമാണി പാപം ചെയ്ത് അവന് പാപത്തെക്കുറിച്ച് അവന് കുറ്റബോധം വന്നാൽ അവൻ ആടിനെ യാഗം കഴിക്കണം, കാളയെ യാഗം കഴിക്കണം. ദേവാലയത്തിലേക്ക് ആടിനെയും കാളയെയും കൊണ്ടുപോയി അവൻ യാഗം കഴിക്കണം എന്നുള്ളത് ലേവ്യ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പ്രമാണമാണ്. രാജാവായ ദാവീദ്, പ്രമാണിയായ ദാവീദ് പാപം ചെയ്തു. അവന് പാപബോധം വന്നു. പക്ഷേ അവൻ പാപബോധം വന്നപ്പോൾ ഈ യാഗം കഴിക്കാൻ ദേവാലയത്തിലേക്ക് ആടിനെയും കാളയെയും കൊണ്ടുപോയില്ല. ഹോമയാഗം ഞാൻ അർപ്പിച്ചില്ല. ദാവീദ് പറയാണ്, ഹോമയാഗം ഞാൻ അർപ്പിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്താ? ദൈവത്തിന്റെ കൽപ്പനയല്ലേ യാഗം കഴിക്കണമെന്നുള്ളത്. ദാവീദ് പറയുന്നു, ഞാൻ യാഗം കഴിച്ചില്ല, എനിക്ക് തെറ്റുപറ്റി, വേണ്ടാധീനം ചെയ്തു, പ്രകടമായ പാപം ചെയ്തു. പക്ഷേ ഞാൻ പാപത്തിന് പരിഹാരമായി യാഗം കഴിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. കാളയെയും ആടിനെയും യാഗം കഴിക്കാൻ പോകാതിരുന്ന ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് തകർന്ന ഹൃദയത്തോടെ, അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ 51 സങ്കീർത്തനം നിങ്ങൾക്കറിയാമല്ലോ, 32 സങ്കീർത്തനം നിങ്ങൾക്കറിയാമല്ലോ. ദൈവമക്കളെ, ദാവീദ് തകർന്ന ഹൃദയത്തോടെ അവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞ് യാചിച്ചു, എനിക്ക് തെറ്റുപറ്റി, ദൈവത്തിൻ്റെ ആത്മാവേ എന്നെ വിട്ട് പോകരുത് എന്നുള്ളതായ സത്യാനുതാപത്തോടെ ദാവീദ് പ്രാർത്ഥിച്ചു. അല്ലാതെ എനിക്ക് പാപം വന്നുവെന്ന് കേട്ടപ്പോൾ ആടിനെയും കാളയെയും കൊണ്ട് പുരോഹിതൻ്റെ അടുക്കലേക്ക് യാഗത്തിനല്ല ദാവീദ് പോയത്. തന്നെത്താൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു. യഹോവ അവൻ്റെ പാപം ക്ഷമിച്ചു. അവൻ സ്വർഗീയ മനുഷ്യനായി. ദൈവമക്കളെ, ദാവീദ് പിന്നെയും പാപത്തിൽ വീഴുന്നുണ്ട്. വേറൊരു പാപത്തിൽ ദാവീദ് വീഴുന്നുണ്ട്. 2 ശമൂവേൽ 24:14 വായിച്ചു നോക്കാം. ദാവീദ് ജനത്തെ ഒന്ന് എണ്ണി നോക്കി. ഒരു അഹങ്കാരം വന്നു. ഞാൻ എന്തുമാത്രം വലിയ നേതാവാണെന്നുള്ളൊരു അഹങ്കാരം വന്നു, ഒരു അഹങ്കാര ചിന്ത വന്നു. പാപം വന്നു കഴിഞ്ഞപ്പോൾ ദാവീദ് എന്താണ് ചെയ്തത്? ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക. ദാവീദ് ദൈവത്തിൻ്റെ കയ്യിലേക്ക് വീണു. ദാവീദ് പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി യാഗവും കാളയെയും കന്നാലിയെയും ആടിനെയും കൊണ്ട് പോവുകയല്ല ചെയ്തത്, ദൈവത്തിൻ്റെ കയ്യിലേക്ക് വീണു. ദൈവമക്കളെ, തകർന്ന ഹൃദയത്തോടെ കരഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ചെയ്യേണ്ടത് അതാണ്. ഒരുവൻ പാപം ചെയ്തു പോയെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ വലത്തെ ഭാഗത്ത് നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു. നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനത് എഴുതുന്നു. പക്ഷേ പാപം വന്നു പോയെങ്കിലോ യേശുക്രിസ്തു എന്ന കാര്യസ്ഥനുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പാപം കണ്ട് പേടിക്കുന്നവരാകരുത്. മഗ്ദലമറിയാം പാപം കണ്ടു. സ്വന്തം പാപം മഗ്ദലമറിയാം കണ്ടു. സ്വന്തം പാപം കണ്ടിട്ട് അവൾ ഓടുകയല്ല ചെയ്തത്. അവൾ ആ സ്വന്തം പാപം ഉപേക്ഷിച്ചിട്ട് ദൈവസന്നിധിയിൽ നിന്നു. സ്വന്തം പാപം അവൾ അരുതാത്തത് കണ്ടിട്ട് അവൾ ആ പാപം ഉപേക്ഷിച്ചിട്ട് ദൈവത്തോട് കൂടെ നിന്നു. വലത്തെ ഭാഗത്തെ കള്ളൻ സ്വന്തം പാപം കണ്ടു. ആ സ്വന്തം പാപം കണ്ടപ്പോൾ അത് സമ്മതിച്ചുകൊണ്ട് അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ മടങ്ങി വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണം കേട്ടോ, എന്നെ ഒന്ന് ഓർക്കണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശിംശോൻ സ്വന്തം പാപം കണ്ടു. അഭിഷിക്തനായ ശിംശോൻ വേശ്യാസ്ത്രീയോടുകൂടെ ജീവിച്ചു, കണ്ണ് കൊത്തിപ്പൊട്ടിച്ചു, ചങ്ങലക്കിട്ടു. അങ്ങനെ ചങ്ങലയിട്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ച് പാപത്തിൻ്റെ ശമ്പളമായിട്ട് ഇതെല്ലാം ഏറ്റുവാങ്ങിയ ശിംശോൻ അവസാനം എന്ത് ചെയ്തു? ഇനി ആത്മീയം വേണ്ടാന്ന് പറഞ്ഞ് മടക്കിക്കെട്ടി പോവുകയല്ല ചെയ്തത്. ആ ചങ്ങലയിൽ കിടന്നുകൊണ്ട് കണ്ണുപൊട്ടനായ ശിംശോൻ നിത്യനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവ സാന്നിധ്യം ഒന്ന് തരാമോ? ഒരു പ്രാവശ്യം കൂടെ എന്നോടൊന്ന് ക്ഷമിക്കാവോ? പ്രിയപ്പെട്ടവരെ, അവൻ്റെ വിശ്വാസം,
അവനെ വിശ്വാസികളുടെ പട്ടികയിലാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിലേ, നിനക്ക് പാപം വന്നുവെന്നോർത്ത് നീ വിട്ടുപോകുകയല്ല വേണ്ടത്. നിനക്ക് പാപം വന്നുവെന്നോർത്ത് നീ ഒളിച്ചു പോകുകയല്ല വേണ്ടത്. അരുതാത്തത് ചെയ്തു പോയി, അരുതാത്തത് വന്നുപോയി, ഭർത്താവിനോട് കോപിച്ചു പോയി, പിണങ്ങി കടന്നുപോയി, ഭാര്യ കൊണ്ടാക്കിയ ആഹാരം തള്ളി മാറ്റിപ്പോയി, മാതാപിതാക്കന്മാർ അവിവേകമായി സംസാരിച്ചു, അശുദ്ധമായത് ചെയ്തു, സ്പർശനത്തിൽ തെറ്റുപറ്റി, പ്രവൃത്തിയിൽ തെറ്റുപറ്റി, മദ്യപിച്ചു പോയി. കർത്താവേ, ദൈവത്തിലെ നീ ഓടി മാറുകയല്ല വേണ്ടത്. നീ എന്താണ് ചെയ്യേണ്ടത്? നിത്യനായ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് മഗ്ദലന മറിയാം കരഞ്ഞതുപോലെ, ആ വലത്ത് ഭാഗത്തെ കള്ളൻ നിലവിളിച്ചതുപോലെ, ആ ശിംശോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ക്ഷമിച്ചു തരാവോ? ഈ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് കഴുകിത്തരാവോ? പ്രിയപ്പെട്ടവരെ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ചിലതെല്ലാം വേണ്ട എന്ന് വെക്കണം. പ്രിയപ്പെട്ടവരെ, സഖറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. സഖറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം വായിച്ചു നോക്കാം. ദൈവത്തിന്റെ വചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയി തീരരുത്. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയി തീരരുത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവർത്തികളെയും വിട്ടുതിരിവീൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ദീതനായ ദൈവം സഖറിയ പ്രവാചകനിലൂടെ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആകരുത്. പിതാക്കന്മാരുടെ പാരമ്പര്യം നല്ലത് തന്നെ, പിതാക്കന്മാരുടെ പാരമ്പര്യം അനുസരിക്കേണ്ടത് തന്നെ. നല്ല പാരമ്പര്യങ്ങൾ അനുസരിക്കണം, നല്ല അനുഷ്ഠാനങ്ങൾ നല്ലത് തന്നെ. പക്ഷേ പിതാക്കന്മാരുടെ തെറ്റായ, പോഷ്കായ, വ്യാജമായ എല്ലാം അനുസരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആകരുത്. ദൈവത്തെ അനുസരിക്കാതെ, ക്രിസ്തുവിനെ കാണാതെ, കുരിശിൻ്റെ വില മനസ്സിലാക്കാതെ, കർത്താവായ യേശു തരുന്ന രക്ഷയുടെ മർമ്മം മനസ്സിലാക്കാതെ പ്രവർത്തിച്ച ചെയ്തു പോയ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ ആകരുത്. ദൈവമക്കളെ, നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ? ഞാൻ വേദപുസ്തകത്തിലെ വചനമാണ് പറഞ്ഞത്. സഖറിയ പ്രവാചക ജനത്തോട് പറഞ്ഞ വചനമാണ് പറഞ്ഞത്. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആകരുത്. നിങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ അറിയാതെ, സുവിശേഷം എന്തെന്നറിയാതെ, മനസാന്തരപ്പെടാതെ അവർ കടന്നുപോയില്ലേ? നിങ്ങൾ അങ്ങനെ ആകരുത്. പ്രിയ സഹോദര, നീ എങ്ങനെ ആകരുത്? നിന്റെ പിതാവ് മനസാന്തരപ്പെടാതെ കടന്നുപോയതായിരിക്കാം, പക്ഷേ നീ എങ്ങനെ ആകരുത്. നിന്റെ പിതാവ് അമ്മയോട് നിരപ്പാകാതെ കടന്നുപോയതായിരിക്കാം, നീ എങ്ങനെ ആകരുത്. നിന്റെ പിതാവ് മദ്യപത്തിൽ കടന്നുപോയതായിരിക്കാം, നീ എങ്ങനെ ആകരുത്. പ്രിയപ്പെട്ട സഹോദരി, നീ നിന്റെ അമ്മയെപ്പോലെ ആകാൻ ബന്ധപ്പെടരുത്. അങ്ങനെ ആകുകയല്ല വേണ്ടത്. ദൈവത്തിൻ്റെ വചനം കേട്ട് മനംതിരിയുകയാണ് വേണ്ടത്. ദൈവത്തിൻ്റെ വചനം കേട്ട് മനസ്സാന്തരപ്പെടുകയാണ് വേണ്ടത്. അതാണ് സഖറിയ പ്രവാചകൻ പറഞ്ഞത്. പിതാക്കന്മാർ കടന്നുപോയില്ലേ? വചനം പ്രസംഗിച്ച ദൈവമക്കൾ കടന്നുപോയില്ലേ? പ്രവാചകന്മാർ കടന്നുപോയില്ലേ? പ്രിയപ്പെട്ടവരെ, എല്ലാവരും കടന്നുപോയി. പ്രിയപ്പെട്ട യോഹന്നാൻ സാർ കടന്നുപോയില്ലേ? പ്രിയപ്പെട്ടവരെ, ശരിയാണ്. യെശയ്യാ പ്രവാചകൻ കടന്നുപോയില്ലേ? സഖറിയ പ്രവാചകൻ കടന്നുപോയില്ലേ? യെരമ്യാ പ്രവാചകൻ കടന്നുപോയില്ലേ? ദാനിയേൽ പ്രവാചകൻ കടന്നുപോയില്ലേ? അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയില്ലേ? അപ്പോസ്തലനായ പത്രോസ് കടന്നുപോയില്ലേ? അപ്പോസ്തലന്മാർ എല്ലാവരും കടന്നുപോയില്ലേ? പ്രിയപ്പെട്ടവരെ, പക്ഷേ അവരുടെ നാവിലൂടെ വന്ന വചനം ഇന്നും ജീവിക്കുന്നു. പ്രസംഗിച്ചവർ കടന്നുപോയി, പ്രവാചകന്മാർ കടന്നുപോയി, പക്ഷേ അവരുടെ നാവിലൂടെ വന്ന വചനം ഇന്ന് ജീവിച്ചിരിക്കുന്നു. അതാണ് സഖറിയ പ്രവാചകൻ പറഞ്ഞത്. വചനം മരിക്കുന്നില്ല, വചനം ജീവനുള്ളതാണ്, വാഗ്ദത്തം ജീവനുള്ളതാണ്, അരുളപ്പാടുകൾ വിലയുള്ളതാണ്. ദൈവമക്കളെ, നിങ്ങൾക്ക് കിട്ടിയ അരുളപ്പാടുകൾ വിലയുള്ളതാണ്, നിങ്ങൾക്ക് കിട്ടിയ വാഗ്ദത്തങ്ങൾ വിലയുള്ളതാണ്. തന്നവർ കടന്നുപോയി കാണും, തന്നവർ മരിച്ചുപോയി കാണും, പക്ഷേ വാഗ്ദത്തം മരിക്കുന്നില്ല, വചനം മരിക്കുന്നില്ല. യെശയ്യാ പ്രവാചകൻ മരിച്ചുപോയി, പക്ഷേ പ്രവാചകന്റെ വചനം മരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദാവീദ് മരിച്ചുപോയി, പക്ഷേ ദാവീദിന്റെ വചനം മരിക്കുന്നില്ല. ദാവീദ് പറഞ്ഞു, 3-ാം സങ്കീർത്തനം 2-ാം വാക്യം, ദാവീദ് ഇപ്രകാരം പറയുന്നു, അന്ന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. ദാവീദ് കേൾക്കുകയാണ്, അവന് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് പലരും പറയുന്നു. ദാവീദ് കേൾക്കുക, ഇവന് രക്ഷയില്ല, അവന് രക്ഷയില്ല, അവൻ്റെ കാര്യം പോക്ക, ദൈവം അവനെ ഉപേക്ഷിച്ചു, ദൈവം അവനെ മറന്നു, ദൈവം അവൻ്റെ കാര്യം മറന്നു കളഞ്ഞു, ദൈവം അവനെ ഉപേക്ഷിച്ചു, അവന് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് സകലരും പറയുന്നു. ദാവീദ് അത് കേട്ടിട്ട് ദാവീദ് എന്താണ് ചെയ്തത്?
ദാവീദ് അടുത്ത വാക്യം പറയുന്നത് വന്ന് ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. എല്ലാവരും കൊള്ളൂല്ല, എല്ലാവരും രക്ഷയില്ല, എല്ലാവരും ദൈവനെ മറന്നു കളഞ്ഞു, ഇനി അവനെ കൊണ്ട് കാര്യമില്ല, ഭാവിയില്ല എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ദാവീദ് തന്നോട് തന്നെ എന്ത് പറഞ്ഞു? ദാവീദ് എന്ത് പറഞ്ഞു? നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. എല്ലാവരും പറഞ്ഞു, എനിക്ക് ഗതിയില്ല, എനിക്ക് ഗതിയില്ല, എനിക്ക് ഭാവിയില്ല, കുഞ്ഞുണ്ടാവില്ല, രോഗം മാറൂല, വീടുണ്ടാവില്ല, ഗതി കിട്ടൂല, കുടുംബത്തിൽ നന്നാവില്ല, ശാപമാണ് എല്ലാവരും പറഞ്ഞപ്പോൾ ദാവീദ് എന്ത് പറഞ്ഞു? എൻ്റെ പരിച എൻ്റെ ദൈവമാണ്, എൻ്റെ തല ഉയർത്തുന്നവനാണ് ഈ ദൈവം, അവനെൻ്റെ പരിചയം എൻ്റെ തല ഉയർത്തുന്നവനുമാണ്. പ്രിയ ദൈവത്തിലെ നീയും പറഞ്ഞുകൊള്ളൂ, ധൈര്യത്തോടെ പറഞ്ഞുകൊള്ളൂ. ലോകം പറയട്ടെ നിനക്ക് ഗതിയില്ല, നിനക്ക് ഭാവിയില്ല, നിനക്ക് ജയമില്ല, പക്ഷേ നീ പറ എൻ്റെ ദൈവം എൻ്റെ പരിചയാണ്, അവൻ എൻ്റെ തല ഉയർത്തുന്നവനാണ്, അവൻ എന്നെ കരകയറ്റുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇതാണ് കർത്താവായ യേശു നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം. ലോകം നിങ്ങളെ തരം താഴ്ത്തുമ്പോൾ, ലോകം നിങ്ങളെ വിടക്കം നിന്നുമ്പോൾ, നിങ്ങൾ നിങ്ങളോട് പറയണം, അവനെൻ്റെ പരിച, അവനെൻ്റെ തല ഉയർത്തുന്നവൻ. ഒന്നും കൂടി ഉണ്ടല്ലോ, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും. എൻ്റെ മഹത്വം എൻ്റെ ദൈവമാണ്, എനിക്കെല്ലാം തരുന്നത് എൻ്റെ ദൈവമാണ്, എൻ്റെ തലയെ അവൻ ഉയർത്തും. പ്രിയ ദൈവത്തിലെ നീയും പറഞ്ഞുകൊള്ളൂ, എൻ്റെ തല അവൻ ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പിന്നെയും പറയും, 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രകാരം പറയും. 27-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ദാവീദ് പറയും, ദാവീദ് മരിച്ചുപോയി, പക്ഷേ ദാവീദ് എഴുതിയ വചനങ്ങൾ മരിച്ചു പോയിട്ടില്ല, വചനം ജീവിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ദാവീദ് എന്താണ് പറയുന്നത്? 27-ാം സങ്കീർത്തനം 3-ാം വാക്യം, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എന്റെ സാഹചര്യം എന്തായാലും ശരി, ഒരു സൈന്യം എന്റെ നേരെ, എന്നേക്കാൾ ബലമുള്ളവർ എന്റെ നേരെ പാളയമിറങ്ങിയാലും, എന്റെ സാഹചര്യം എന്തായാലും, തോറ്റുപോയാലും, ദാരിദ്ര്യം വന്നാലും, എന്തു വന്നാലും, സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എനിക്ക് പാപം വന്നാലും ഞാൻ ഭയപ്പെട്ട് പിന്മാറുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ ഭയപ്പെട്ട് പിന്മാറുകയില്ല. ആദ്യം പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് വീഴും. എനിക്ക് യുദ്ധം നേരിട്ടാലും, എനിക്കൊരു വീഴ്ച വന്നു പോയാലും, എനിക്കൊരു കെടുതി വന്നു പോയാലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വീഴും. നമ്മുടെ തലകളെ നമുക്കൊന്ന് വണക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ. ആർക്ക് തീരുമാനമുണ്ട്? ഇതാണ് അപ്പോസ്തലൻ എഴുതി വെച്ചത്. പ്രവാചകന്മാർ കടന്നുപോയി, വചനം തന്നവർ കടന്നുപോയി. പ്രിയപ്പെട്ട യോഹന്നാൻ സാർ നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ തന്നു കാണും. സാറ് കടന്നുപോയത് കൊണ്ട് ദൈവത്തിലെ നിനക്ക് കിട്ടിയ വാഗ്ദത്തങ്ങളൊന്നും മരിച്ചു പോകില്ല. വാഗ്ദത്തങ്ങൾ ഇന്നും ജീവിക്കുന്നു. പ്രവാചകന്മാർ കടന്നുപോയി, പക്ഷേ വാഗ്ദത്തങ്ങൾ ജീവിക്കുന്നു, വചനം ജീവിക്കുന്നു. അതാണ് ദാവീദ് പറഞ്ഞത്. എല്ലാവരും പറഞ്ഞു അവൻ്റെ കാര്യം കഴിഞ്ഞു എന്ന്. ദാവീദ് പറഞ്ഞു, എന്നാൽ ദൈവം എൻ്റെ മഹത്വമാണ്, അവൻ എൻ്റെ തല ഉയർത്തും. ഹല്ലേലൂയ. അവൻ എൻ്റെ മഹത്വമാണ്, അവൻ എൻ്റെ തല ഉയർത്തും. ഒരു യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഞാൻ പാപം വന്നുപോയാലും ഞാൻ നിരാശപ്പെടുകയില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് വീഴും. ക്രൂശിക്കപ്പെട്ടവനായ ചോരയൊലിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ വീണുകൊടുക്കും. ഹല്ലേലൂയ. ദൈവ പൈതലേ, നീ അവൻ്റെ കയ്യിലേക്ക് വീണുകൊടുക്കൂ. നിന്റെ കുടുംബം ഉയരും, നിന്റെ ഭാവി ഉയരും, നിന്റെ കാര്യം യേശു നോക്കും. ദൈവം നിന്നെ എത്തിക്കും. ദൈവത്തിന്റെ സ്തോത്രം. നിത്യതയിലേക്ക് ദൈവം നിന്നെ കരം പിടിച്ച് കയറ്റും. ഈ ഭാഗ്യമുള്ള അനുഭവത്തിലേക്ക് ദൈവനുള്ള ദൈവം നിങ്ങളെ പടിപടിയായി കൊണ്ടുപോകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വസിക്കുക, യേശു ക്രിസ്തു ജീവിക്കുന്നു. അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്, അവൻ നമ്മളോട് കൂടെയുണ്ട്, അവൻ നമ്മളെ നടത്തുന്നുണ്ട്, അവൻ്റെ കരം നമുക്ക് തരുന്നുണ്ട്, അവൻ നമ്മുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. ആ ചോരപുരണ്ട കരത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുകയും ദൈവത്തിലെ അവൻ നിന്റെ കാര്യം നോക്കുന്നുണ്ട്. നിന്റെ രോഗക്കടക്കയിൽ അവനുണ്ടാകും, നിന്റെ മരണക്കടക്കയിൽ ഉണ്ടാകും. അത് കഴിയുമ്പോൾ ഭാഗ്യകരമായ ഒരു വിശ്വാസ പ്രത്യാശയിലേക്ക് നീയും ഞാനും കടന്നു പോകും. അവിടെ കർത്താവിനോട് കൂടെ ദൈവത്തിലെ നമുക്ക് വാഴാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.